എല്ലാവർക്കും നമസ്കാരം. ഉൾക്കാഴ്ചയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലക്കങ്ങളിലെല്ലാം മലയാളത്തിൻ്റെ പഠന സാധ്യതകളാണ് ഉൾക്കാഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇനി മുതൽ ഉൾക്കാഴ്ച മറ്റു വിഷയങ്ങളിലേക്കും കടക്കുകയാണ്. ഈ ലക്കത്തിൽ ഗണിതമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗണിത ചിന്തകൾ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് സുമിത ടീച്ചറാണ്. നമസ്കാരം. ഗതിമാറി ഒഴുകിയ ജീവിതത്തെ കുറേയൊക്കെ നമ്മൾ മനുഷ്യർ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു. വിവരസാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ കടന്നുകയറ്റം നമ്മൾ കൗതുകത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലാണ്. ഏതു ഭാഷയും ഏതു വിഷയവും നമ്മൾ വളരെ ഭംഗിയായി കുട്ടികളുടെ വീടുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ഗണിതം എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. നിങ്ങൾക്ക് തോന്നാം, എന്താണ് അതിൽ ഇത്ര ചർച്ച ചെയ്യാനുള്ളത്, എന്താണ് പറയാനുള്ളത്? ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒന്നാണ് ഗണിതം. കാരണം നമ്മുടെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ. എൻ്റെ പ്രിയപ്പെട്ട ഗണിതാധ്യാപകർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നതും ഈ ഒരു പ്രശ്നം തന്നെയാണ്, കുട്ടികളുടെ ഇഷ്ടക്കേട്. അത് മാറ്റിയെടുക്കാൻ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതാണ് ചർച്ച. നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണെന്ന്. എപ്പോഴാണത് തമാശയായത്? ആ ഒരു സത്യം, അതിനു വേണ്ടത്ര കാരണങ്ങൾ, ഉദാഹരണങ്ങൾ, വസ്തുതകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കാതിരുന്നപ്പോഴാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തമാശയായി മാറിയത്. എൻ്റെ ഗണിതാധ്യാപകർ കുട്ടികളുടെ കയ്യിൽ നിന്നും കേട്ടിട്ടുള്ള ചോദ്യങ്ങളും ഈ രീതിയിൽ തന്നെയാണ്. എന്തിനാണ് ഗണിതം പഠിക്കുന്നത്? എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്താണ് അതിൻ്റെ പ്രാധാന്യം? ഇതൊക്കെയാണ് ഗണിതാധ്യാപകർ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുന്ന ചോദ്യങ്ങൾ. ഉത്തരം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു അധ്യാപകനാണ് അല്ലെങ്കിൽ അധ്യാപികയാണ്. ഉത്തരം കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുന്നതും നമ്മുടെ കുട്ടികളുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടിൽ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ, അവർക്ക് ഏറ്റവും ഫെമിലിയറായ കുറേ ഉദാഹരണങ്ങളാണ്. മാത്സിൻ്റെ ഭാഷയിൽ ഇതിനെ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഇൻ റിയൽ ലൈഫ് ഓർ നേച്ചർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്: ഗണിതം ഒരിക്കലും നെറ്റിച്ചൊളിച്ചുകൊണ്ട് സമീപിക്കേണ്ട ഒരു വിഷയമല്ല. മറ്റേതിനേക്കാളും കൂടുതലായി നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നത് ഗണിതമാണ്. നമ്മളറിയാതെ അത് അപ്ലൈ ചെയ്യുകയാണ്. അതിന് പറ്റിയ ഉദാഹരണങ്ങൾ ഇതൊക്കെയാണ് എന്നാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഏറ്റവും അവരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം വിമാനം. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് വിമാനം. വിമാനത്തിൻ്റെ സഞ്ചാര രീതിയും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ വേറെ പല വിഷയങ്ങളിലും കുട്ടികൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ പ്രവർത്തനം ഗണിതത്തിൻ്റെ ബെർണോളീസ് പ്രിൻസിപ്പിൾ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് പറയാൻ ഗണിതം തന്നെ ഉപയോഗിക്കണ്ടേ? ബെർണോളീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ഒരുപക്ഷെ വലിയ വലിയ ക്ലാസ്സുകളിലായിരിക്കാം അവർ കേൾക്കാൻ പോകുന്നത്. എങ്കിലും നമുക്ക് കുട്ടികളോട് പറയാനുള്ളത്, വിമാനം ഗണിതത്തിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യപ്പെടുന്നത്. ഏത് വിമാനവും ആദ്യത്തെ ടേക്ക് ഓഫ് നടത്തുന്നത് അതിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ 15 ഡിഗ്രി ആകുമ്പോഴാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ നമ്മൾ 10ാം ക്ലാസ്സിൽ പറയാറുണ്ട്. ആംഗിൾ എന്ന കൺസെപ്റ്റ് 5 മുതൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവിടെയൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുണ്ടാവുക ഇത്തരം ഉദാഹരണങ്ങളായിരിക്കാം. പിന്നെ ടേക്ക് ഓഫിന് ശേഷം വിമാനം ലിഫ്റ്റ് ചെയ്യപ്പെടുന്നിടത്താണ് ഈ ബെർണോളീസ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത്. കാറ്റിൻ്റെ വേഗതയും വിമാനത്തിൻ്റെ ഭാരവും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഒരു വിമാനം ലിഫ്റ്റ് ചെയ്യപ്പെടുക. പിന്നെ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം അമ്യൂസ്മെൻറ്റ് പാർക്കുകളാണല്ലോ.
അവിടെ അവർ ഏറ്റവും കൂടുതൽ കയറാൻ ആഗ്രഹിക്കുന്നതും 3D തിയേറ്ററിലായിരിക്കാം. എന്താണ് 3D തിയേറ്ററിൽ നമ്മൾ കാണുന്നത്? എന്താണ് കുട്ടികൾക്ക് കാണാൻ സാധിക്കുന്നത്? ഇവർക്ക് പേടിയുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ചിലത് അവരിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഫീലിംഗാണ് അവരിലത് ഉണ്ടാക്കിയെടുക്കുക ഒരു കണ്ണടയിൽ കൂടി. 3 ഡയമെൻഷണൽ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഗണിതത്തിലെ അവർ കാണുന്ന 2 ഡയമെൻഷനെ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. 3 ഡയമെൻഷണൽ ഒരു പക്ഷേ വലിയ ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത്. പക്ഷേ ചെറിയ ക്ലാസ്സുകളിൽ നമുക്കത് കാണിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതാണ്. ആ 3 ഡയമെൻഷണൽ സ്പേസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യപ്പെടുമ്പോഴാണ് കുട്ടികളുടെ മുന്നിലേക്ക് പാമ്പും വെള്ളവും ട്രെയിനും എല്ലാം വ്യാളിയും എല്ലാം എത്തിച്ചേരുന്നത്. അതവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഗണിതം തന്നെ ഉപയോഗിക്കണം. പിന്നെ അത്ലറ്റിക്സ്, ഒരു അത്ലറ്റിൻ്റെ സ്പീഡ് ഇത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഒരു റെക്കോർഡ് തകർക്കപ്പെടുന്നത് മുന്നേ ഉണ്ടായിരുന്ന ഒരാളേക്കാൾ സ്പീഡ് പുതിയ വന്ന ആൾക്ക് ഉണ്ടാകുമ്പോഴാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അത്ലറ്റിക്സുകാർക്ക് ഉദാഹരണം കൊടുക്കാൻ പറ്റുന്നത് PT ഉഷ, ഷൈനി വിൽസൺ എന്ന് തുടങ്ങി പുതുതലമുറയിലുള്ള പലരെയുമായിരിക്കാം. ഒരാളുടെ റെക്കോർഡ് എങ്ങനെയാണ് തകർക്കപ്പെടുന്നത്? സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ്. സ്പീഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആ അത്ലറ്റ് സഞ്ചരിച്ച ദൂരം, ആ ദൂരം സഞ്ചരിക്കാൻ അദ്ദേഹം എടുത്ത സമയം, ആ ദൂരത്തെ ആ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ അത്ലറ്റിൻ്റെ സ്പീഡെന്ന് പറയുന്നത്. ഈ സ്പീഡിനെ പിന്നൊരാൾ മറികടക്കുമ്പോഴാണ് ഒരു റെക്കോർഡ് തകർക്കപ്പെടുന്നത്. മറികടക്കാതിരിക്കുമ്പോൾ ആ റെക്കോർഡ് അവിടെ നിലനിൽക്കുകയും ചെയ്യും. കുക്കിങ്ങിൽ ഒരു കേക്ക് ഉണ്ടാക്കണം, ഒരു ഐസ്ക്രീം ഉണ്ടാക്കണം. അമ്മമാർ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഉണ്ടാകുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ പറയുക. ഒരു ഐസ്ക്രീമിന് അതിൻ്റെ ചേരുവകൾ ചേർക്കുമ്പോൾ കൃത്യമായ അനുപാതത്തിലല്ലെങ്കിൽ അതൊരിക്കലും ഒരു ഐസ്ക്രീം ആവില്ല. ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം, ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് വെള്ളം. ഒരു കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ ഒരു പക്ഷേ അവരാഗ്രഹിക്കുന്ന കേക്കിലായിരിക്കില്ല അതെത്തുക. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പോലും ഉപ്പിൻ്റെ അളവും എരിവിൻ്റെ അളവും അതുപോലെ വെള്ളത്തിൻ്റെ അളവും എന്തിൻ്റെ അളവും കണക്കാക്കി തൂക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ അമ്മമാർക്ക് കയ്യിൽ അതിൻ്റെ കണക്കെത്തുന്നത് അവരുടെ മനസ്സിൽ ഗണിതമുള്ളത് കൊണ്ടാണ് എന്ന് കുട്ടിയോട് പറഞ്ഞാൽ അവർക്കതിൽ കേൾക്കാൻ വളരെയധികം രസകരമായിരിക്കാം. പിന്നെ വിമാനത്തെ പോലെ തന്നെയാണ് റോക്കറ്റ് എങ്ങനെ വിക്ഷേപിക്കുന്നു? നാസയിൽ ഒരു റോക്കറ്റ് വിക്ഷേപിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അത് സയൻസിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറ്, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസിലാണ് പറഞ്ഞു കൊടുക്കാറ് അല്ലേ? പക്ഷെ അത് ആ വിഷയങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക ഗണിതത്തിലാണ്. ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ആ റോക്കറ്റിന് ഭൂമിയുടെ പരിധി ലംഘിച്ച് പുറത്തേക്ക് കടക്കാനുള്ള ഒരു കഴിവ് കിട്ടുന്നത് അതിൻ്റെ ഭാരത്തേക്കാൾ കൂടുതലായിട്ട് അവർക്ക് ഒരു നെറ്റ് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ്. ആ നെറ്റ് ഫോഴ്സ് അറിയണമെങ്കിൽ ആ റോക്കറ്റിൻ്റെ ഭാരം അറിയണം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, നമ്മുടെ ഭൂമിയിൽ ഒരു വസ്തുവിനെ പിടിച്ചു നിർത്തുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടാണ്. 9.8 എന്ന വാല്യൂ അതിൽ ഒരു കോൺസ്റ്റൻ്റാണത്, അതൊരിക്കലും മാറില്ല. അതൊക്കെ ഗണിതത്തിൻ്റെ ഭാഷയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ആ ആക്സിലറേഷനെ മറികടക്കാൻ അല്ലെങ്കിൽ ആ ഗ്രാവിറ്റിയെ മറികടക്കാൻ ഒരു റോക്കറ്റിന് കഴിയണമെങ്കിൽ അതിന് കൊടുക്കുന്ന ഫോഴ്സ് അതിൻ്റെ ഭാരത്തേക്കാൾ കൂടുതലാവണം. അങ്ങനെയാണ് ഒരു റോക്കറ്റ് ഭൂമിയുടെ സഞ്ചാര പരിധി അല്ലെങ്കിൽ ഭൂമിയുടെ പരിധിയെ ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെയും ഗണിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ കറൻസി, 100 രൂപ തികയ്ക്കണമെങ്കിൽ 1 രൂപയുടെ 100 നാണയങ്ങൾ തന്നെ വേണം. 1000 രൂപ തികയ്ക്കണമെങ്കിൽ 100ൻ്റെ 10 നോട്ടുകൾ തന്നെ വേണം എന്ന് പറയുമ്പോൾ അതിനൊരു കൃത്യതയുണ്ട്. അതുപോലെ 8 ഗ്രാം കൂടിയതാണ് 1 പവൻ സ്വർണം. 8 ഗ്രാമിൽ കുറഞ്ഞതിനെ നമ്മൾ 1 പവൻ എന്ന് പറയില്ല എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കണക്കിൻ്റെ കൃത്യതയാണ്. അവരോട്
പുറത്തു പോയി പർച്ചേസ് ചെയ്യാൻ, വലിയ കുട്ടികൾ പുറത്തു പോയി പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സാധനത്തിന് 20% ഡിസ്കൗണ്ടാണ് പറയുന്നതെങ്കിൽ അവർക്ക് എത്രത്തോളം ആ ഡിസ്കൗണ്ട് കണക്കാക്കി ആ സാധനം മേടിച്ചെടുക്കാൻ കഴിയും എന്ന് അവർക്ക് മനസ്സിലാക്കാൻ ഗണിതം ഉപയോഗിച്ചല്ലേ പറ്റൂ. ഇനി നേച്ചർ, പ്രകൃതിയിലെ എക്സാമ്പിൾസ്, അത് ചിലപ്പോൾ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്നതാവില്ല. ഇനി ഒരു അവസരം കിട്ടുമ്പോൾ എനിക്ക് നിങ്ങളോട് പ്രകൃതിയിൽ, അത് മനുഷ്യൻ്റെ നിർമ്മിതിയല്ല, ദൈവത്തിൻ്റെ നിർമ്മിതിയായിട്ടുള്ള ഗണിതത്തിൻ്റെ ഒരുപാട് മനോഹരമായ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ എനിക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നന്ദി, നമസ്കാരം.